Hi everyone, I'm Jyothika Anand. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ കെ ലെവൽ എക്സാംസ് കഴിഞ്ഞ് സ്കിൽ ലെവൽ എക്സാംസിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു ടൈമാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിൽ ലെവൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഫസ്റ്റ് ടൈം സ്കിൽ ലെവൽ അറ്റംപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഈ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യേണ്ടത്, അതിലെ ഓരോ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഓരോ ടൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളതിൽ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിലെ ഓരോ ടൂൾസ് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, അതേപോലെ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ക്വിക്ക് ഇൻട്രൊഡക്ഷനും കൂടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദി വീഡിയോ. സോ ഗൈസ്, നമുക്ക് നമ്മുടെ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യാം ആൻഡ് അതിൽ ഓരോ ഓപ്ഷൻസും നമുക്ക് എന്ത് ചെയ്യാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെയാണ് ഈ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ ടു യുവർ ACCA അക്കൗണ്ട് ആൻഡ് വൺസ് യു ലോഗിൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ പറ്റുക. ആൻഡ് ഈ ഒരു വിൻഡോയുടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഡാഷ്ബോർഡ്, മൈ ക്വാളിഫിക്കേഷൻസ്, ഫീസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്പോൾ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗോ ടു മൈ ക്വാളിഫിക്കേഷൻസ്. മൈ ക്വാളിഫിക്കേഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് കാണാം, എത്ര പേപ്പേഴ്സ് ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളതൊക്കെ കാണാം. സോ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ തേർഡ് ഓപ്ഷൻ ആയിരിക്കും CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ വിൻഡോ ലൈക്ക് ദിസ്. അപ്പം ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ആൻഡ് ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട്സിൻ്റെ എന്ത് കാണാൻ പറ്റും, ലിസ്റ്റ് കാണാൻ പറ്റും. ആൻഡ് അതേപോലെ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് 4 ടാബ്സ് കാണാം: ഹോം, മാർക്സ്, റിസൾട്ട്സ് ആൻഡ് പെർഫോമൻസ്. അപ്പം ഇതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുന്നേ എങ്ങനെയാണ് ഒരു മോക്ക് എക്സാം അസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൗ ടു സെലക്ട് എ മോക്ക് എക്സാം എന്നുള്ളത് നോക്കാം. ആൻഡ് ദെൻ വി വിൽ ഗോ ടു ദ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ടാക്സേഷൻ ആണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ ടാക്സേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ടാക്സേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് ബ്ലാങ്ക് വർക്ക് സ്പേസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പ്ലസ് ഏത് വേരിയന്റ് ഓഫ് ടാക്സേഷൻ ആണ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ ഡീൽ ചെയ്തത് UK ടാക്സേഷൻ ആണ്. സോ ഈ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, UK ടാക്സേഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ആൻഡ് UK ടാക്സേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെയും നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ACCA ഒഫീഷ്യൽ റിസോഴ്സസ് ഉണ്ട്, പാസ്റ്റ് എക്സാം ലൈബ്രറി ഉണ്ട്, അതായത് പാസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രാക്ടീസ് എക്സാംസ് ഉണ്ട്, ആൻഡ് സ്പെസിമെൻ എക്സാമും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ വി വിൽ ചൂസ് എ സ്പെസിമെൻ എക്സാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പെസിമെൻ എക്സാമിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഓൾറെഡി ഞാൻ അസൈൻഡ് ആയതുകൊണ്ടാണ് അവിടെ അൺഅസൈൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും കിട്ടുക: ടാക്സ് UK സ്പെസിമെൻ ഫിനാൻഷ്യൽ ആക്ട് 2023. ഇതിൽ നിങ്ങൾ ജസ്റ്റ് അസൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. ആൻഡ് വൺസ് യു അസൈൻ, നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ആ അസൈൻ ചെയ്ത പേപ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ ചെയ്യേണ്ടത് ഈ ഒരു അസൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് വൺസ് യു ക്ലിക്ക് ദാറ്റ്, നിങ്ങൾക്ക് സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നുണ്ടാവുക. ഇത് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് റെസ്യൂം എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉള്ളത്. സോ സ്റ്റാർട്ട് ദി എക്സാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ ACCA എക്സാം ഉണ്ടാവുക, സെയിം ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ അപ്പിയർ ആവുന്നുണ്ടാവുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു വിൽ ഗെറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദി എക്സാം, ലൈക്ക് സെക്ഷൻ എയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളത്, അല്ലെങ്കിൽ സെക്ഷൻ എയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുക. അപ്പം ഇവിടെ പറയുന്നുണ്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, ഒബ്ജക്റ്റീവ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആൻഡ് എക്സാമിൻ്റെ കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. സോ ഇതാണ് നിങ്ങളുടെ എക്സാം വിൻഡോ എന്ന് പറയുന്നത്. നിങ്ങളൊരു റിയൽ എക്സാം അല്ലെങ്കിൽ ACCAയുടെ റിയൽ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വിൻഡോ ഇതായിരിക്കും. അത് നമ്മുടെ താഴത്തെയും മുകളിലത്തെയും ടാബ്സ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല, കംപ്ലീറ്റ് ഈ ഒരു സ്ക്രീൻ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. സോ ഇതിൽ ഓരോ ഓപ്ഷൻസും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു MCQ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരൊറ്റ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് സിംപ്ലി ക്ലിക്ക് ദി ഓപ്ഷൻ. അതായത് ജസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ A ആണ് അല്ലെങ്കിൽ ഓപ്ഷൻ B ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റെലവൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും. ഈ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൻ്റെ ആക്ച്വൽ ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്ക് സെക്ഷൻ C ക്വസ്റ്റ്യൻസിനാണ്. അതായത് നിങ്ങൾ K ലെവലിൽ
ഫുൾ എന്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നിങ്ങൾ ഒരിക്കലും ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ അവിടെ ചെയ്തിട്ടില്ല. സോ നമുക്ക് സ്ട്രേറ്റ് അവേ എന്ത് ചെയ്യാം, സെക്ഷൻ സിയിലെ ഓപ്ഷൻസും കാര്യങ്ങളും നോക്കാം. ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു MCQ സെക്ഷൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോവാത്തത്. നമുക്ക് സ്ട്രേറ്റ് അവേ എന്ത് ചെയ്യാം, സെക്ഷൻ സിയിലേക്ക് പോവാം. സെക്ഷൻ സിയിൽ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഇവിടെ നാവിഗേറ്റർ ഓപ്ഷൻ അവൈലബിൾ ആണ്. ആൻഡ് വൺസ് യു ക്ലിക്ക് ഓൺ ദ നാവിഗേറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് ഓരോ സെക്ഷൻ ഹെഡ്സ് കാണാം. നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സോ ഇതായിരിക്കും സെക്ഷൻ സിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആൻഡ് ഈ ഒരു സൈഡിൽ നിങ്ങളുടെ റിക്വയർമെന്റ് പ്ലസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ആ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ഇഫ് യു ഹാവ് എ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സൽ വർക്ക്ഷീറ്റ് ആണ് അവൈലബിൾ ആയിരിക്കുക. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ യു വിൽ ഹാവ് എ വേർഡ് ഫയൽ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് സ്പേസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അവർ തരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് ഇതിലെ നാവിഗേഷൻ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇൻ കേസ് ഒന്ന് സൂം ഇൻ ചെയ്യണം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇത് മാക്സിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ്റെ സ്ലൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ആൻഡ് സ്ക്രോൾ ഡൗൺ ചെയ്യാം, ലൈക്ക് അതൊക്കെ ഓക്കെ, നിങ്ങൾക്ക് നോർമലായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ആൻഡ് നമുക്ക് സിമ്പിൾസ് അതിൻ്റെ തൊട്ട് മുകളിൽ കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആ ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ യു വിൽ ഹാവ് ആൻ ഓപ്ഷൻ ലൈക്ക് സിമ്പിൾ ഹിയർ. അതായത് നിങ്ങൾ UK ടാക്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഓരോ ഫിഗേഴ്സിനും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാൽക്കുലേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഫിഗേഴ്സ് കൊടുക്കുക, ഫിഗേഴ്സിന് സിമ്പിൾസ് കൊടുക്കുക എന്നുള്ളത് എന്താണ്, മാൻഡേറ്ററി ആണ് അല്ലേ. സോ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ ഉണ്ട് ആൻഡ് ആ ഫിഗറിന് ഒരു സിമ്പിൾ അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ സെൽ ആൻഡ് ഇൻസേർട്ട് ദി സിമ്പിൾ. ഇപ്പം നമുക്ക് പൗണ്ട് ആണെങ്കിൽ പൗണ്ട് ഇൻസേർട്ട് ചെയ്യാം, ഡോളർ ആണെങ്കിൽ ഡോളർ ഇൻസേർട്ട് ചെയ്യാം. ഈ ആക്ച്വലി CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ നമുക്കത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഒറിജിനൽ എക്സാമിന് നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ആ ഫിഗർ ഒന്ന് എൻറ്റർ ചെയ്യുക, ആ സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സിമ്പിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ട സിമ്പിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ആൻഡ് ക്ലിക്ക് ഓൺ ഇൻസേർട്ട്. ഓക്കെ, അപ്പോൾ ഇത് CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിൻഡോ വരുന്നത്, നോ ഇഷ്യൂസ്. ആൻഡ് അടുത്ത നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈലൈറ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് യു ക്യാൻ സൂം ഇൻ ആൻഡ് സൂം ഔട്ട്. ആൻഡ് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫിഗർ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് സെലക്ട് ദി പെർട്ടിക്കുലർ തിങ് ആൻഡ് ക്ലിക്ക് ഓൺ ഹൈലൈറ്റ് ഓപ്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ത് ചെയ്യാം, മിസ് ഔട്ട് ചെയ്യാതെ ഇരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പോയിന്റ്സ് ആണ് വേണ്ടത്, മേ ബി ഹൈ റെലവൻസ് ഉള്ള പോയിന്റ്സിന് നിങ്ങൾക്ക് റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. ഇനി കുറച്ച് റെലവൻസ് കുറവുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് യെല്ലോ മാർക്ക് ചെയ്യാം, ഗ്രീൻ മാർക്ക് ചെയ്യാം. സോ യു ഹാവ് ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ക്വസ്റ്റ്യനിലെ പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ആൻഡ് നിങ്ങൾക്ക് ചില പോയിന്റ്സ് ഇറെലവൻ്റ് ആണ്, ഫോർ എ പെർട്ടിക്കുലർ റിക്വയർമെൻറ്റ് അത് ഇറെലവൻ്റ് ആണ് എന്ന് തോന്നുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്ട്രൈക്ക് ചെയ്യാം. സ്ട്രൈക്കിംഗ് ഓപ്ഷൻ ഒന്നും നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറില്ല, ബട്ട് സ്റ്റിൽ നമുക്കതൊന്ന് നോക്കാം എന്താണ് എന്നുള്ളത്. സോ യു ഹാവ് ടു ജസ്റ്റ് സെലക്ട് വാട്ട് യു ഹാവ് ടു സ്ട്രൈക്ക്, ലൈക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സോ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് സ്ട്രൈക്ക് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സെൻറ്റൻസ് സെലക്ട് ചെയ്യുക, സ്ട്രൈക്ക് ത്രൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. സോ യു ക്യാൻ സീ ദാറ്റ് പെർട്ടിക്കുലർ ലൈൻ ഇസ് സ്ട്രൈക്ക് ഡൗൺ അല്ലേ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഇറെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇതേപോലെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ CBE സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം സെൻറ്ററിലേക്ക് കാൽക്കുലേറ്റേഴ്സ് അലൗഡ് ആണ്. അപ്പം ഇൻ കേസ് നിങ്ങളുടെ കാൽക്കുലേറ്റർ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ യു ഹാവ് എൻ ഓപ്ഷൻ ഓഫ് കാൽക്കുലേറ്റർ ഹിയർ ആൻഡ് ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ കാൽക്കുലേറ്റർ. അപ്പം നിങ്ങൾക്കൊരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഇഫ് യു വോണ്ട് എ സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് എന്ന് കൊടുക്കാൻ പറ്റും.
So you can have that standard calculator. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും calculations ചെയ്യണമെങ്കിൽ just click on the figures and just click on the options. You will get the answer. Okay. Yes. So this is the thing with respect to calculator. And the most important option for remote exam students, scratch pad. അതായത് റിമോട്ട് എക്സാം എഴുതുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് റൈറ്റ് ഡൗൺ ചെയ്യാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രിബിൾ ചെയ്തിടാൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. നമ്മളിപ്പോൾ ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ പേപ്പറിലായിരിക്കും സ്ക്രിബിൾ ചെയ്തിടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ റിമോട്ട് എക്സാം ആണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേപ്പേഴ്സിൽ ആക്ച്വലി ഫിഗേഴ്സ് സ്ക്രിബിൾ ചെയ്യാൻ പറ്റില്ല. പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സ്ക്രാച്ച് പാഡ് എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്യണം എന്ന് വിചാരിക്കുക. ആൻസർ അല്ല, മറന്നു പോകുന്നതിന്, ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് മറന്നു പോകുന്നതിന് ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യാം, നോട്ട് ഡൗൺ ചെയ്യാം. ലൈക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. യു ക്യാൻ നോട്ട് ഡൗൺ വാട്ട് ഈസ് ദ പോയിന്റ്. അതായത് ഇൻകം ടാക്സ് അല്ലെങ്കിൽ വാറ്റ്, IHT, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലെ പോയിന്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, കട്ട് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് ഈ ഒരു പെർട്ടിക്കുലർ സ്ക്രാച്ച് പാഡ് നിങ്ങളുടെ എക്സാമിനർ ചെക്ക് ചെയ്യില്ല. ഓക്കെ, അതായത് എക്സാമിനറിന് ഈ ഒരു പെർട്ടിക്കുലർ സ്ക്രാച്ച് പാഡിൽ നിങ്ങൾ എന്താണ് എഴുതിയത് എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും ഇല്ല. സോ യു ക്യാൻ ഡയറക്ട്ലി നോട്ട് ഡൗൺ എനിത്തിങ് ഇൻ ദിസ് സ്ക്രാച്ച് പാഡ്. ആൻഡ് നിങ്ങൾ ആൻസർ ആണ് എന്ന് വിചാരിച്ചിട്ട് സ്ക്രാച്ച് പാഡിൽ കൊണ്ടുപോയിട്ട് ആൻസർ നോട്ട് ചെയ്യരുത്. യു ഹാവ് ടു നോട്ട് ഡൗൺ യുവർ ആൻസേഴ്സ് ഇൻ ദി ദിസ് പെർട്ടിക്കുലർ സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ ദിസ് പെർട്ടിക്കുലർ സ്പേസ്. ഒരിക്കലും ആൻസേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിൽ സ്ക്രാച്ച് പാഡിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ജസ്റ്റ് നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സ്ക്രാച്ച് പാഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ഓപ്ഷൻസ് ആണ് ആക്ച്വലി നമ്മുടെ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പം സ്പ്രെഡ്ഷീറ്റ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂഷ്വൽ എക്സൽ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സെൽസ് ഒക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് സെൽസ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആക്ച്വലി ഇല്ല. നോർമലി കട്ട്, കോപ്പി, പേസ്റ്റ് ഇത്രയും ഓപ്ഷൻസ് മാത്രമാണ് നമുക്ക് എവിടെയുള്ളത്, നമ്മുടെ എക്സൽ ഷീറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു പോയിന്റ് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്, യൂഷ്വലി ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ അവൈലബിൾ അല്ല. സോ നിങ്ങൾ ആൻസർ ഒക്കെ നോട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് സഫിഷ്യൻറ്റ് സ്പേസും സഫിഷ്യൻറ്റ് സെൽസ് ഒക്കെ ഗ്യാപ്പ് വിട്ടിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻസേർട്ട് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കില്ല. യു ഹാവ് ടു മേക്ക് ദ നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ടൈമൊന്നും അവിടെ കളയാതിരിക്കുക. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് നിങ്ങൾ ഒരിക്കലും ഡയറക്ട്ലി പോയിട്ട്, അതായത് മോക്ക് എക്സാംസോ അല്ലെങ്കിൽ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ എൻ്റർ ചെയ്യാതെ ഒരിക്കലും പോയിട്ട് എക്സാം എഴുതരുത്. യു ഹാവ് ടു നോ ദ ഓപ്ഷൻസ് ഇൻ ദ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ കൺവീനിയൻസും കാര്യങ്ങളൊക്കെ ഫെമിലിയർ ആയിട്ട് മാത്രമേ നിങ്ങളൊരു എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് പാനിക് ആവാം, നിങ്ങളുടെ ടൈം കുറേ അവിടെ ലോസ്റ്റ് ആവാം. മേ ബി ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇപ്പം ഹൈലൈറ്റിങ്ങിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. സോ അവിടെ പോയിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാതെ നിങ്ങൾ എന്താ ചെയ്യുക, എക്സാമിൻ്റെ ഒരു 1 വീക്ക് മുന്നേ മോക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ഈ ഒരു CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്തിട്ട് മാത്രം പോവുക. ഓക്കെ, ആൻഡ് ഇനി അങ്ങോട്ട് ഇപ്പം ഏകദേശം CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ എൻഡ് ചെയ്യാം. ഇനിയും നമുക്ക് പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ മൂക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് തിങ് ഈസ് മാർക്കിംഗ് ദാറ്റ് പെർട്ടിക്കുലർ മൂക്ക് അല്ലേ. സോ വൺസ് നിങ്ങൾ നിങ്ങളുടെ എക്സാംസ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേപ്പർ ഫുള്ളി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് മാർക്ക് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ പേപ്പേഴ്സാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, അതായത് ഏതൊക്കെ പേപ്പേഴ്സാണ് എക്സാംസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ കാണാം. ആൻഡ് നിങ്ങൾക്ക് ഏത് പേപ്പറാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ ടാക്സ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേപ്പർ ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യാം ആൻഡ് സെൽഫ് മാർക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സോ
സെൽഫ് മാർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത ഓരോ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആണോ, ആണെങ്കിൽ കറക്റ്റ് ആൻസർ ഏതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് MCQസിനും MTQസിനും ആപ്ലിക്കബിൾ ആണ്. ഇനി സെക്ഷൻ സി ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് സെക്ഷൻ സി ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ മാർക്ക് ചെയ്ത നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു എക്സൽ ഷീറ്റിൽ കാണാം. ആൻഡ് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാനും പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ സെൽഫായിട്ട് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സാമ്പിൾ ആൻസർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ലൈക്ക് നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. പ്ലസ് അതിൻ്റെ മാർക്കിംഗ് സ്കീമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആ ഒരു ആൻസർ കീ നോക്കിയിട്ട് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് മാർക്സും കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ആൻഡ് ആ ഒരു ഇവാലുവേറ്റ് ചെയ്ത മാർക്സ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഇവിടെ നോട്ട് ചെയ്യാനും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി മാർക്കിംഗ് എന്നുള്ള ടാബിലേക്ക് വരുന്നത്. ആൻഡ് വൺസ് നിങ്ങൾ നിങ്ങളുടെ മാർക്സ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്സ് നോട്ട് ചെയ്യാൻ പറ്റുക. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് ഒരു 6 to 7 മാർക്സ് ആണ് നമുക്ക് കിട്ടാനുള്ളത് എന്നുണ്ടെങ്കിൽ ഈ റോൾ അപ്പ് സ്കോറിൻ്റെ അവിടെ ആ ഒരു പെർട്ടിക്കുലർ സ്കോർ നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് വൺസ് യു ഹാവ് മാർക്ക്ഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫിനിഷിംഗ് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ഫിനിഷിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ മാർക്സ് എത്രയാണ് എന്നുള്ളത് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ആ ടോട്ടൽ മാർക്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാം. എവിടെയാണ് തെറ്റിയത്, ഏതൊക്കെയാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ലാസ്റ്റ് 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് റിസൾട്ട്സ് ആൻഡ് പെർഫോമൻസ് ആണ്. റിസൾട്ട്സ് എന്ന് പറയുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടാക്സ് ആണ്, അതായത് നിങ്ങൾ മാർക്ക് ചെയ്ത പേപ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി ഈ റിസൾട്ട് എന്ന് പറയുന്ന ടാബിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പം നിങ്ങൾ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത പേപ്പറിൻ്റെ ഓവറോൾ ആയിട്ടുള്ള റിസൾട്ട്, അതായത് ക്വസ്റ്റ്യൻ 5, 6 നിങ്ങൾക്ക് കാണാം. ഓരോ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടി. ആൻഡ് ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ നിങ്ങളുടെ പ്രോഗ്രഷൻ എത്രത്തോളം ആയിരുന്നു, സെക്കൻഡ് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ആ മൂക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രഷൻ എത്രത്തോളം ആണ്. അപ്പം ഓരോ ക്വസ്റ്റ്യൻ്റെയും പ്രോഗ്രഷൻസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ A1C എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തപ്പം അതിൻ്റെ പ്രോഗ്രഷൻ എന്തായിരുന്നു, സെക്കൻഡ് ടൈം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തപ്പം അതിൻ്റെ പ്രോഗ്രഷൻ എന്താണ് എന്നുള്ളൊരു ചാർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ അവൈലബിൾ ആണ്. സോ ദാറ്റ് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഈസിലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് റിസൾട്ട്സിൻ്റെ അണ്ടറിൽ വരുന്നത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു പെർഫോമൻസ്, നമ്മൾ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്ത എല്ലാ മോക്സും എല്ലാ സബ്ജക്ട്സിലും നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ ഇവാലുവേഷൻ ആണ് ഈ പെർഫോമൻസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പം നോക്കണം എന്നില്ല. ലൈക്ക് ഒരു പെർട്ടിക്കുലർ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു 3 ടാബ്സിനായിരിക്കും ഇമ്പോർട്ടൻസ്: ഹോം, മാർക്ക് ആൻഡ് റിസൾട്ട്സ്. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ ഹോമിൽ പോവാം. മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് മാർക്ക് എന്നുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആൻഡ് ആ ഒരു ഓവറോൾ റിസൾട്ട് അനാലിസിസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനും എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളൊരു എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി അനലൈസ് ചെയ്ത് നിങ്ങളെ തന്നെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സാംസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. ആൻഡ് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ അതിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള മോക്സ്, എത്രത്തോളം മോക്സ് അവൈലബിൾ ആണോ അത്രത്തോളം മോക്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഈ ഒരു പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടൈമും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. അതായത് 3 hours ആണ് ഒരു എക്സാമിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക. സോ ആ 3 hours ടൈമറൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക.